രാജ്യത്തെ ഇൻഡിഗോ വിമാന പ്രതിസന്ധി 7ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. 7ാം ദിവസവും സാഹചര്യം മാറ്റമില്ലാതെ തുടരുകയാണ്. ഇന്നത്തെ കണക്കുകൾ പരിശോധിച്ചാൽ രാജ്യവ്യാപകമായി ഏകദേശം 450-ലധികം വിമാന സർവീസുകളാണ് റദ്ദാക്കിയിരിക്കുന്നത്. മറ്റ് കണക്കുകളിലേക്ക് കടക്കുമ്പോൾ ഡൽഹി വിമാനത്താവളത്തിൽ 134 വിമാന സർവീസുകൾ റദ്ദാക്കിയിട്ടുണ്ട്. ബംഗളൂരിൽ 127 വിമാനങ്ങളും അതോടൊപ്പം തന്നെ ഹൈദരാബാദിൽ 77 വിമാന സർവീസുകളുമാണ് റദ്ദാക്കിയിരിക്കുന്നത്. എന്തായാലും ഡിസംബർ 10 തന്നെ പൂർണ്ണസ്ഥിതി അല്ലെങ്കിൽ പഴയ സ്ഥിതിയിലേക്ക് എത്താൻ സാധിക്കുമെന്നതാണ് ഇൻഡിഗോ പറയുന്ന പ്രതീക്ഷ. ശക്തമായ നടപടികളിലേക്കെല്ലാം കേന്ദ്ര സർക്കാർ പോയിരുന്നു. കൃത്യമായി ഇൻഡിഗോ അധികൃതരടക്കം വിളിച്ചു വരുത്തുകയും ഇതിൽ ഉടനടി ഒരു പരിഹാരം കണ്ടെത്തണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും കഴിഞ്ഞ ദിവസം ഒരു കാരണം കാണിക്കൽ നോട്ടീസ് എല്ലാം കേന്ദ്ര സർക്കാർ ഇൻഡിഗോയ്ക്ക് നൽകിയിരുന്നു. പക്ഷേ ഇന്നലെ വൈകുന്നേരത്തോടു കൂടി അല്പസമയം കൂടി ഇൻഡിഗോ ഈ കാരണം കാണിക്കൽ നോട്ടീസിന് മറുപടി നൽകാൻ വേണ്ടി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇന്ന് വൈകുന്നേരം 6 മണിക്കുള്ളിൽ വീണ്ടും മറുപടി സമർപ്പിക്കുവാനാണ് ഇപ്പോൾ DGCA ഇൻഡിഗോയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ മറുപടി അടക്കം പരിശോധിച്ച ശേഷമായിരിക്കും ഈ വിഷയത്തിൽ കൂടുതൽ നടപടികളിലേക്ക് കേന്ദ്ര സർക്കാർ കടക്കുക. എന്തായാലും ശക്തമായ നടപടി ഇൻഡിഗോയ്ക്കെതിരെ ഉണ്ടാകുമെന്ന് തന്നെയാണ് വിലയിരുത്തുന്നത്. ഭീമമായൊരു തുക പിഴ ചുമത്തുകയും അതോടൊപ്പം തന്നെ ഇൻഡിഗോ CEO പുറത്താക്കണമെന്നൊരു സമ്മർദ്ദം കൂടി കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും. കാരണം ഈ ഡ്യൂട്ടി ചട്ടവുമായി ബന്ധപ്പെട്ട നിയമം അത് കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ചതിന് ശേഷം വലിയ രീതിയിലുള്ള അലംഭാവം ഇൻഡിഗോയുടെ ഭാഗത്തുനിന്നുണ്ടായി എന്ന് തന്നെയാണ് കേന്ദ്ര സർക്കാർ വിലയിരുത്തുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ ഇൻഡിഗോയുടെ മെച്ചപ്പെട്ട ഒരു പ്രവർത്തനം കാഴ്ചവെക്കാൻ സാധിച്ചു എന്നതാണ് CEO അടക്കം കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. കഴിഞ്ഞ ദിവസത്തെ കണക്കുകൾ പരിശോധിച്ചാൽ അതിന് മുൻപത്തെ ദിവസം ഏകദേശം 30% വിമാന സർവീസുകൾ മാത്രമാണ് കൃത്യസമയം പാലിച്ചത്. പക്ഷേ കഴിഞ്ഞ ദിവസം അത് 75%-ലേക്ക് ഉയർന്നിരുന്നു. ഇന്നും കൂടുതൽ മികവുറ്റ രീതിയിൽ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ജനജീവിതം വലിയ രീതിയിൽ ബുദ്ധിമുട്ടിലാക്കിയ ഒരു സാഹചര്യം തന്നെ നിലനിൽക്കുന്നു. കാരണം വിമാന സർവീസുകൾ നേരത്തെ തന്നെ ബുക്ക് ചെയ്ത നിരവധി പേരുണ്ട്. അപ്പോൾ അവരുടെ വിമാനങ്ങൾ പെട്ടെന്ന് റദ്ദാക്കുന്നത് വലിയ രീതിയിൽ ബുദ്ധിമുട്ടുകയാണ്. എന്തായാലും വിമാനത്താവള അധികൃതർ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. കൃത്യമായി വിമാന സ്റ്റാറ്റസുകളടക്കം പരിശോധിച്ച ശേഷം മാത്രമേ വിമാനത്താവളങ്ങളിലേക്ക് എത്താകൂ എന്നതാണ് നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് വിമാന കമ്പനികൾ മുൻപ് നമുക്കറിയാം ഇൻഡിഗോ പ്രതിസന്ധി ഉണ്ടായതിന് പിന്നാലെ തന്നെ വിമാന ടിക്കറ്റ് നിരക്കിൽ വലിയ രീതിയിലുള്ള വർധനവ് ഉണ്ടായിരുന്നു. പിന്നീട് കേന്ദ്ര സർക്കാർ ഇടപെടുകയും ഈ വിമാന ടിക്കറ്റ് നിരക്കിന് പരിധി നിശ്ചയിക്കുകയും എല്ലാം ചെയ്തു. ആ പരിധികളടക്കം നിലവിൽ വന്നതോടുകൂടി വിമാന ടിക്കറ്റ് നിരക്കുകളിലും മറ്റ് വിമാന കമ്പനികളിൽ കുറവ് വന്നിട്ടുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ മെച്ചപ്പെട്ട പ്രവർത്തനം കാഴ്ചവെച്ച് സുഗമമായി മുന്നോട്ട് പോകാൻ സാധിക്കുമെന്ന് തന്നെ ഇൻഡിഗോ പ്രതീക്ഷിക്കുന്നു. ഈ മാസം 10 ഇതുമായി ബന്ധപ്പെട്ട ഒരു പൂർവ്വസ്ഥിതിയിലേക്ക് എത്തുമെന്നത് ഇൻഡിഗോ പറയുന്നത്. അതേസമയം ഫെബ്രുവരി 10 വരെയാണ് ഇൻഡിഗോയ്ക്ക് ഇപ്പോൾ ചില ഇളവുകൾ കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുന്നത്. കാരണം ഈ ഡ്യൂട്ടി ചട്ടവുമായി ബന്ധപ്പെട്ട് ഈ ചില ഇളവുകൾ മുൻപുള്ള ചട്ടങ്ങൾ പാലിച്ചാൽ മതിയെന്ന് ഇൻഡിഗോയോട് വ്യക്തമാക്കിയത്. പക്ഷേ ഫെബ്രുവരി 10 വരെയാണ് ഈ ഇളവുകൾ അനുവദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഡ്യൂട്ടി ചട്ടം നേരിടാൻ വേണ്ടി കൂടുതൽ നടപടികൾ ഇൻഡിഗോയുടെ ഭാഗത്തുനിന്നുണ്ടാകും. കൂടുതൽ പൈലറ്റുമാരെ ഉടൻ തന്നെ ഉൾപ്പെടുത്തുമെന്ന് തന്നെ ഇൻഡിഗോ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിനോടൊപ്പം തന്നെ 610 കോടി രൂപ റീഫണ്ടായി യാത്രക്കാർക്ക് നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 3000-ഓളം ബാഗേജുകളാണ് ഇപ്പോൾ തിരിച്ച് നൽകിയിരിക്കുന്നത്. ആ നടപടിക്രമങ്ങളും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. എന്തായാലും ഇന്ന് വൈകുന്നേരം 6 മണിയോടുകൂടിയായിരിക്കും ഈ കാരണം കാണിക്കൽ നോട്ടീസിൽ ഇൻഡിഗോ മറുപടി നൽകുക. ആ മറുപടി പരിശോധിച്ചതിന് ശേഷം തുടർ നടപടികളിലേക്കും കേന്ദ്ര സർക്കാർ കടക്കും. ഡൽഹിയിൽ നിന്നും അരവിന്ദ് പിയ, മീഡിയ 1.